റൗഡികളോട് മത്സരിക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. ഇതുവരെ ഈ ആശ്രമം നീയല്ലേ നടത്തിക്കൊണ്ടിരുന്നേ. അത് മാത്രമല്ല, ഈ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ നിന്നാലാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഈ കാര്യത്തില് എങ്ങനെയായാലും കമ്മീഷൻ വാങ്ങി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചതാണ് ആ കോർപ്പറേറ്റ് ആൾക്കാര്. മെനിഞ്ഞാന്ന് വരെ സംരക്ഷണം വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ താമസിക്കാൻ വീട് വേണമെന്ന് പറയുന്നു. നിനക്കൊരു കാര്യം അറിയോ? വീട്ടിന്റെ വില 2 കോടി രൂപയാണ്. എന്റെ കമ്മീഷൻ 20%, അതായത് 40 lakhs. ഉണ്ടോ നിന്റെ കയ്യിൽ? ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഏതെങ്കിലും ചെറിയ വീട് നോക്കിയേനെ. ശരി, നിനക്ക് വേണ്ടി ഞാൻ പകുതി കുറയ്ക്കാം. കാശില്ല, പക്ഷെ ജോലി മാത്രം നടക്കണം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പേപ്പർ എടുത്ത് എഴുതി വെച്ചിട്ട് വലിച്ചെറിഞ്ഞേച്ചു പോവും, അല്ലേ? ഈ നോട്ടത്തിൽ കുറച്ച് റൊമാൻസ് മിക്സ് ചെയ്ത് ഒരു രാത്രി എന്റെ കൂടെ കൂടിയാലുണ്ടല്ലോ, നീ ചോദിച്ച പ്രോപ്പർട്ടി നിനക്ക് കിട്ടും. എന്താ, വിശ്വാസായില്ലേ? ദേ നോക്ക്, നിനക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്. ഈ ഡോക്യുമെന്റ്സും വെച്ചോ. അതോടൊപ്പം എന്താ, വീണ്ടും എന്റെ അമ്മയെ ചീത്ത പറയാൻ പോകണോ? അവനെന്തിനാ നിങ്ങളോട് വരാൻ പറഞ്ഞ? അപ്പൊ നിങ്ങൾ എന്തിനാ അഡ്രസ് വാങ്ങിച്ചേ? നിങ്ങൾ അയാളെ കാണാൻ പോയിരുന്നോ? നിങ്ങൾ ഉത്തരം പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പോയെന്നല്ലേ അർത്ഥം? ചേച്ചേ, അവരെ കണ്ടാൽ അറിയില്ലേ അവരങ്ങനെയുള്ള സ്ത്രീയല്ലെന്ന്? അതൊക്കെ എനിക്കറിയാം, പക്ഷെ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് തെറ്റ് ചെയ്ത് കാണുമെന്ന് വിചാരിച്ചു. നിർത്തുന്നുണ്ടോ? നിങ്ങളെ എല്ലാരെയും അടിച്ചു നോർക്കും ഞാൻ. ഒന്നും മിണ്ടാതിരിക്കെ. ഗീത, നീ പോയില്ലല്ലോ. സാരിയില് കാണാൻ നല്ല സുന്ദരിയാ. എന്നെ അമ്മയെ പോലെ ഉണ്ട് കാണാൻ. ചേച്ചി, നമ്മൾ ഈ സ്ഥലം ഉപേക്ഷിച്ച എവിടേക്കാ ചേച്ചി പോവുക? എവിടേക്കാ പോകുന്നേ? ഞാനും കൂടെ വരാം. 2 ബിസ്ക്കറ്റ് ഇതാ. കാശ് തന്നാൽ എന്ത് ജോലിയും ചെയ്യും. ഈ ചായക്ക് മധുരല്ലോ. എവിടെയാണോ? ഇതിഷ്ടല്ല, എനിക്ക് കളഞ്ഞേക്കെ. എന്റെ അമ്മ അനാഥാശ്രമത്തിനെ കോർപ്പറേറ്റ് ആക്രമിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ആശ്രമം വേണമെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് ഹൗസിലേക്ക് വരണമെന്ന്. ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഓക്കെ, പക്ഷെ കുറച്ച് ചെലവുണ്ട്. അത് എത്രയാണെന്ന് വെച്ചാൽ അവിടെ എത്ര പേര് ഇരിപ്പുണ്ടോ അതിനനുസരിച്ചായിരിക്കും പേയ്മെന്റ്. പണി തീർന്ന ഉടനെ പറയാം. എന്റെ പേരിൽ ആരാണ് സർ കംപ്ലൈന്റ് എന്നത്? ഇവരാ നിങ്ങളുടെ മേലെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ആര് ഇവരോ? ഞാനെന്താ ചെയ്തേ? ഇവൾക്ക് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങളെ പോലത്തെ ആളുകൾ കാരണം ഈ ബെഗേഴ്സ് കൂടുന്നത്. അവര് യഥാർത്ഥത്തിലുള്ള ബെഗേഴ്സ് ആണോ അല്ലയോ എന്ന് പോലും ഉറപ്പിക്കാണ്ട് നിങ്ങൾ പൈസയും കൊടുത്തിട്ട് പോകുന്നു. എന്തിനാ ടെൻഷൻ ആവുന്ന? 500 രൂപ കൊടുത്തേ. എന്റെ സ്ഥാനത്ത് എസ് ആയിരുന്നെങ്കിൽ 1000 രൂപ കൊടുത്തേനെ. ഹലോ, ഞാൻ അത്ര റിച്ച് ഒന്നും അല്ല. എന്നെ വിട്ടേക്ക്. അവർക്ക് എന്തിനാ അത്ര കാശ് കൊടുത്ത് അവരെ എൻകറേജ് ചെയ്യുന്നത്? അത് പറ. ബർത്ത്ഡേ ആണ് സർ.
ഒരു ഹാപ്പി മൂഡില് ചെറിയ കുട്ടിയെ കണ്ടുകൊണ്ട് എന്നാലും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഒരു തെറ്റാണോ സർ? ആ പറയൂ, തെറ്റാണോ? തെറ്റ് തന്നെയാ. നിങ്ങൾ ഇതുപോലെ എൻകറേജ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ അനാഥ കുട്ടികളെ വാടകയ്ക്ക് എടുത്ത് ഭിക്ഷ എടുക്കുന്നത്. കുട്ടികളുടെ ഹെൽത്തിനും അത് നല്ലതല്ല. ഇയാൾ അറസ്റ്റ് ചെയ്യണം സർ. അറസ്റ്റോ? ഇയാൾക്ക് കിട്ടുന്ന ശിക്ഷ കാരണം ഇനി ഇങ്ങനെയുള്ള ആളുകൾക്ക് പൈസ കൊടുക്കാൻ പേടിക്കണം. ദേ നോക്കിയേ, പോലീസ് സ്റ്റേഷനിൽ ആരും ശിക്ഷയൊന്നും കൊടുക്കില്ല. കോർട്ടിലോട്ട് ചെല്ല്, അവിടെ പോയി പറ. കോർട്ടിൽ കൊണ്ടുപോയി നിർത്തിയാൽ ഇവനൊക്കെ പാഠം പഠിക്കും. മോള് ചെല്ലാൻ നോക്ക്. മിനിമം ലൈഫ് സെന്റൻസ്, പറ്റിയ ഹാങ്കിങ്. വായടക്കടാ, മോള് ചെല്ലാൻ നോക്ക്. എന്തുവാ സാർ ഇതൊക്കെ? അറസ്റ്റ്, ഹാങ്, കോർട്ട്, 500 കൊടുത്ത് എന്താ സാർ ഇത്? അതെ, ആദ്യം നീ നിന്റെ അച്ഛൻ്റെ അടുത്തുനിന്നേ പോക്കറ്റ് മണി വാങ്ങിക്കുന്നത് നിർത്താൻ നോക്ക്. സാർ ഒന്ന് വേഗം ചെല്ലാൻ നോക്കടോ. അവളെങ്ങാനും വീണ്ടും വന്നാലുണ്ടല്ലോ നിന്നെ നടു റോഡി വെച്ച് തൂക്കിലിടണമെന്ന് സമരം ചെയ്യാനും സാധ്യതയുണ്ട്. ആദ്യം ചെല്ല്. ഓക്കെ, താങ്ക് യു സർ. ഓരോരുത്തന്മാര് വന്നോളും. സർ, ഞങ്ങളെ വിട്ടേക്ക് സർ. വീണ്ടും നീ ഇതുപോലെ ഒരു തെറ്റ് കാണിച്ച 10 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? ചെല്ലടാ. അയ്യോ, വെറുതെ പോയില്ല. എന്നാ പോവാം. മിണ്ടാതെ ബൈക്ക് എടുത്ത് പോടാ. ഏയ്, എന്തിനാ ഫോട്ടോ എടുക്കുന്ന? ഞാൻ സോറി പറഞ്ഞല്ലേ. ഇവനെ എങ്ങനെ വിടാൻ പാടില്ല, നല്ലത് കൊടുക്കണം. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു ആ ലിസ്റ്റ് തരാൻ പറ്റില്ലെന്ന്. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ ഹോസ്പിറ്റലിൽ അടച്ചു പൂട്ടേണ്ടി വരും. ഫൈനലി നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ലോകത്തിൽ ആരെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞ പെട്ടെന്ന് ഡോക്ടറെ മാറ്റി ഡിഫറെന്റ് വേസിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ അനാഥ കുഞ്ഞുങ്ങളെ ദത്തെടുക്കണമെന്ന് ആരും ചിന്തിക്കില്ല. പ്ലീസ് മാഡം. നിങ്ങൾ പ്ലീസ് എന്ന് പറഞ്ഞാലും നടക്കാൻ പോണില്ല. ഇത് ഹോം ലോണോ പേഴ്സണൽ ലോണോ അല്ല ഉടനെ കിട്ടാൻ വേണ്ടി. ഫസ്റ്റ് നിങ്ങൾ അത് മനസ്സിലാക്ക്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും പ്രശ്നമല്ല മാഡം. ഈ ഭൂമിയിൽ അച്ഛൻ അമ്മയില്ലാത്ത കുട്ടികൾ എത്ര വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. എന്നാൽ നിങ്ങളും ഞാനും ഉള്ളിടത്തോളം കാലം അവർ ഒരിക്കലും അനാഥയാവരുത്. നമ്മൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യ. എന്നേലും ഒരിക്കലത് സക്സസ് ആയി തീരും. തുടർന്ന് ശ്രമിച്ചുകൊണ്ടിരുന്ന നമ്മുടേതായ സാമ്രാജ്യം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ ഡോക്ടറുടെ സ്ഥാനത്തല്ലാതെ ഒരു കുഞ്ഞിന്റെ അമ്മയായി ചിന്തിക്ക്. അച്ഛനും അമ്മയില്ലാത്ത കുട്ടികൾക്ക് നിങ്ങളെപ്പോലൊരു അമ്മയെ കിട്ടിയ അവർക്ക് എത്ര സന്തോഷായിരിക്കും മാഡം. നിങ്ങളുടെ ശ്രമത്തിന് ഞാൻ എന്നെ കൊണ്ടാകുന്ന സഹായം ചെയ്യാം. താങ്ക്സ് മാഡം. ഞാൻ ഇവിടുത്തെ റെപ്യൂട്ടേഷനെ പറ്റി ചിന്തിക്കാതെ നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കാം. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ ജനിച്ച കുഞ്ഞുങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് തരുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഡം. താങ്ക് യു ഡോക്ടർ. ആരാ നിങ്ങള്? അനാഥ കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി പറയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? മനസ്സിലായി. ആ മന്ദബുദ്ധി എന്റെ അമ്മായിമ്മത്തള പറഞ്ഞു കാണും. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം അവരെ. അമ്മേ, എവിടെ പോയി കിടക്ക? അമ്മേ, എന്തിനാടി ഒച്ച വയ്ക്കുന്നേ? എനിക്ക് കുഞ്ഞുങ്ങളില്ലെന്ന് നിങ്ങളാണ് ഇവരോട് പറഞ്ഞേ. ഞാനെന്തിനാ അവരോടൊക്കെ പറയുന്നത്? നിനക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിയാലോ. നിന്നെ തൂക്കി വെളിയിൽ കളഞ്ഞിട്ട് ഞാൻ എന്റെ മോനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കും. ആഹാ, എന്റെ ഭർത്താവിനെ കൊണ്ട് നീ വേറെ കല്യാണം കഴിപ്പിക്കുമല്ലേ? ശരിയാക്കി തരാം നിന്നെ ഞാൻ. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. അയ്യോ, നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാം. ഒരു മിനിറ്റ് ഞങ്ങൾ പറയുന്നത് നിന്നെ ഞാൻ വെറുതെ വിടില്ല. അവർ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പോവാം. നിങ്ങളുടെ പ്ലാനൊക്കെ വളരെ നല്ലതാണ്. അത് പോയി 10 പേരോട് പറയാനും നന്നായിട്ടുണ്ടാവും. പക്ഷെ അത് ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല കാര്യമായതുകൊണ്ടല്ലേ സർ എല്ലാരോടും ഫോളോ ചെയ്യാൻ പറയുന്നത്. നിങ്ങളെ പോലത്തെ വലിയ വലിയ ആൾക്കാര് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ മാത്രം മതി. അത് കണ്ടിട്ട് പല ആളുകൾക്കും ഇൻസ്പയർ ആയി അവരും ദത്തെടുക്കാൻ തുടങ്ങും. അങ്ങനെയാവുമ്പോ ഈ നാട്ടില് അനാഥ കുട്ടികളായിട്ട് ആരും ഉണ്ടാവില്ല സർ. എന്താ എന്റെ അനിയത്തി ഇനിയിപ്പോ ഒരു കൊച്ചിനെ ദത്തെടുക്കണോ?
ഒരു കുട്ടി ഉണ്ടാവാൻ എത്രമാത്രം വഴികളുണ്ട്. എന്തൊക്കെയാണേലും അത് ആർക്ക് ജനിച്ചതാ, എങ്ങനെയൊക്കെ ജനിച്ചതാ, ഏത് ജാതിയാണോ ഏത് മതമാണോ എന്ന് അറിഞ്ഞുകൂടല്ലോ. അങ്ങനെ ഒരാളെ ഞങ്ങൾ ദത്തെടുക്കണോ? ഞങ്ങളുടെ ജാതിയിലെ ആളല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഞങ്ങൾ പച്ചവെള്ളം പോലും കുടിക്കില്ല. അങ്ങനെയുള്ള ഒരാളെ നീ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്താൻ പറയാണോ? ആദ്യം നിങ്ങളെയാ പറയേണ്ട അളിയ ഇതുപോലുള്ള ആൾക്കാരെ വീട്ടിൽ ക്ഷണിക്കുന്നതിന്. അതെ, മര്യാദയ്ക്ക് വെളിയിൽ പോകുന്നുണ്ടോ അതോ ഞങ്ങൾ തന്നെ തള്ളി പുറത്താക്കണോ? എന്താ ഇങ്ങനെയൊക്കെ? അളിയൻ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? എന്തിനാ ഇതുപോലുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വിളിക്കുന്നേ? നിനക്ക് കുട്ടിയല്ല വേണ്ടേ? അതിന് എത്രമാത്രം വഴികളുണ്ട്. എനിക്ക് തന്നെ എത്ര ഡോക്ടേഴ്സിനെ പരിചയമുണ്ട്. അതിൽ ആരെങ്കിലും ഒരാളെ കൺസൾട്ട് ചെയ്താൽ പോരെ? അത് പോരാഞ്ഞിട്ട് ഇതുപോലുള്ള ആൾക്കാരൊക്കെയാണോ വീട്ടിൽ വിളി? പുറത്ത് 25 വയസ്സുള്ള ഗൗതമിന്റെ വണ്ടിയിൽ കാർ വന്നിടിച്ചത് കൊണ്ട് സംഭവ സ്ഥലത്ത് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. കണ്ടോ മോളെ, അവനിങ്ങനെ ചിരിക്കുന്നത്, എങ്ങനെ ചിരിക്കുന്നെന്ന് നോക്ക്. അവൻ നമ്മളെ വിട്ടു പോയി മോളെ, നമ്മളെ വിട്ടു പോയി. ദൈവത്തിന് ആ ചിരി ഇഷ്ടായില്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെ കാണിക്കാതെ അവനെ കൊണ്ടുപോയത്. ഇവ വളരെ നല്ലവനാണ് മോളെ. സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം, അനീതിക്കെതിരെ പോരാടണം എന്നൊക്കെ ഇവന് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു മോളെ. നല്ലവരെ ജീവിക്കാൻ സമ്മതിക്കില്ല മോളെ. അതുകൊണ്ടാ കൊന്നു കളഞ്ഞത്. അവൻ മാത്രമല്ല മോളെ മരിച്ചത്, അവരോടൊപ്പം ചേർന്ന് ഞങ്ങളെല്ലാവരും മരിച്ചു മോളെ. ഒന്നിച്ചങ്ങ് മരിച്ചു. ഞങ്ങളൊക്കെ ഒപ്പം ജീവച്ചവമായി. മോളെ എനിക്ക് ഞങ്ങളുടെ കൂടെ താമസിച്ചൂടെ? അവനെ ഞങ്ങൾ വീട്ടിൽ കാണുമ്പോഴേ നോക്കങ്കൾ, ഗീതയുടെ മനസ്സിൽ എന്താ ഉള്ളെന്ന് വെച്ചാ, ഇവൾ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഓരോ നിമിഷവും ഗൗതമിന്റെ ഓർമ്മ കാരണം മനസ്സ് വേദനിച്ച് സമാധാനമായി ജീവിക്കാൻ പറ്റില്ല. നിങ്ങളൊന്നും വിചാരിക്കില്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളെ മാറി നിൽക്കാം, എന്നിട്ട് തിരിച്ചു വരാം. ചേച്ചി, അമ്മ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് വരുമോ? ചേച്ചി, അച്ഛൻ അമ്മയെന്ന് വിളിക്കുന്ന ഭാഗ്യം ഞങ്ങളെ പോലെയുള്ള ആരുമില്ലാത്തവർക്കും ഉണ്ടോ? നിങ്ങൾ ഭാഗ്യം ചെയ്തവരല്ലെങ്കിൽ ഈ ലോകത്തിൽ ജനിക്കുകയില്ലായിരുന്നു, ഗീതേച്ചിയെ കാണുകയില്ലായിരുന്നു. ഞങ്ങൾ ഭാഗ്യമുള്ളവരാണെന്ന് ചേച്ചി പറയുന്നു. പിന്നെ എന്തിനാ അച്ഛനും അമ്മയും ഞങ്ങളെ ഇങ്ങനെ ഉപേക്ഷിച്ചു പോയത്? അസാമിലെ പോലും ജ്യോതി എന്നൊരു കുഞ്ഞിനെ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞു. ആ കുഞ്ഞ് വളർന്നു വലുതായി അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കുക. നിങ്ങളെ ഞങ്ങള് നല്ല അച്ഛന്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പൊ പോവില്ലേ?
ഞാൻ എങ്ങോട്ടും പോവില്ല ചേച്ചി. നിങ്ങളുടെ കൂടെ തന്നെ ആശ്രമത്തിൽ നിന്ന് നിങ്ങൾ പറയുന്ന ജോലിയൊക്കെ ചെയ്ത് എല്ലാരെയും ഞാൻ നന്നായിട്ട് നോക്കും. അനാഥ കുട്ടികളെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നത്. എന്നിട്ട് നീയാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാന്ന് പറയുന്നു. ഇനി മേലെ അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ചേച്ചി നിനക്ക് പനിഷ്മെന്റ് തരും. സോറി ചേച്ചി. നോക്കൂ കുട്ടി, അനാഥ കുട്ടികൾക്ക് ജീവിതമാർഗവും സെക്യൂരിറ്റിയും എല്ലാം നൽകുന്നത് എന്റെ ജോലിയല്ല. ഇതിന് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ഓർഡർ വരണം. 2 വർഷങ്ങളായി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിന്റെ വായ മാത്രമല്ല ചെവിയും പോയെന്നാ തോന്നുന്നത്. ആരോ 2 പേർ സ്നേഹിച്ച് കുട്ടികളെ ഉണ്ടാക്കി തെരുവിൽ വിട്ടേച്ച് പോയാൽ അവരെ സംരക്ഷിക്കണമെന്നും പറഞ്ഞ് നീ എന്നെ ടോർച്ചർ ചെയ്യാ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? അവരെ കൊണ്ട് ഈ രാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നീ 60 വയസ്സായ കിഴവിയല്ല, 20 വയസ്സുള്ള പെണ്ണിനെ പോലെ ചിന്തിക്കും. എനിക്ക് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ ചീത്ത വിളിച്ചേനെ, നിന്നെയൊക്കെ ഉണ്ടാക്കിയതിന്. ഇവളുടെ ദേഹം മുഴുവൻ അഹങ്കാരമാണ്. അതുകൊണ്ടാണ് ദൈവം ഇവളുടെ ഓഡിയോ കട്ട് ചെയ്തത്.